നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നറുമലരുകൾ വിരിയുന്ന പുതുവസന്തം നിറയുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പമാകട്ടെ ഇന്നത്തെ കളിയും ശരിയും. അപ്പോൾ ചാലോ കാട്ടിലെ കൂട്ടുകാർ. ഫുഡിൽ മായം ചേർത്ത ഹോട്ടൽ ഉടമസ്ഥൻ പിടി. മായം ചേർത്ത ഫുഡ് അടിച്ചാൽ ഡെത്ത് ഉറപ്പാ. എത്ര മായം ചേർത്തതായാലും അല്ലെങ്കിലും നല്ല പോളിംഗ് അല്ലേ? അതെ 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 അതെ. പക്ഷേ കയ്യിൽ പണം വരാത്തത് കൊണ്ട് കുറച്ചു കാലമായി ഒരു കോണ്ടിനെന്റൽ ഫുഡ് തരപ്പെട്ടിട്ട്. നമ്മൾ പല തട്ടിപ്പും നടത്തി, പക്ഷെ എല്ലാം അവസാനം പിടിക്കപ്പെട്ടു. ചത കിട്ടുന്നത് മെച്ചം. That's correct. ഇത്രമാത്രം ചിരിക്കാൻ എന്താ വിശേഷ വാർത്ത? ഇത് കണ്ടോ, ഒരു പരസ്യം. നമുക്ക് നമ്മുടെ ഭാവി മുൻകൂട്ടി അറിയാൻ കഴിയുന്നത്. അത് കൊള്ളാമല്ലോ. നോക്കട്ടെ. നോക്കിക്കോ ദേ കണ്ട ഓരോരു പരസ്യങ്ങളെ. ഇതിൽ ഫോൺ നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്താ ഇത്ര ചിരിക്കാൻ? പിന്നല്ലാതെ ഭൂതവും ഭാവിയും ഇല്ലാത്ത നമ്മൾ എന്തിനാ വിളിക്കണത്? നമുക്ക് നമ്മുടെ ഭാവി എന്താണെന്ന് അറിയാമല്ലോ. പപ്പീസിന്റെ ഭാവി ഞാൻ പറയാം. വല്ലവന്റെയും മടി കൊണ്ട് ചാവും. ഗംഭീർ, എന്റെ പപ്പീസ്, ഞാനൊരു ജോക്ക് അടിച്ചതല്ലേ. ചൂടാകാതെ ഇരി. അല്ല, ഒരു ഐഡിയ. അവരെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ വല്ലതുണ്ട് അതില്? ഉണ്ട്. കോണ്ടാക്ട് നമ്പർ ഉണ്ട്. എങ്കിൽ അതിലൊന്ന് വിളിച്ചാലേ? അതിനാ അതൊരു കാര്യം. അതായത് എത്ര നേരം ഇനി അവർക്ക് വഴി തെറ്റി കാണുമോ? അങ്ങനെ വരാൻ വഴിയില്ല. നമ്മളെ സ്ഥലം കൃത്യമായി പറഞ്ഞു കൊടുത്തതാണല്ലോ. പിന്നെ ഇവര് എവിടെ പോയി? അല്ല പപ്പീസേ, ഒന്ന് വിളിച്ചു നോക്കി നീ. ശരി. ഹലോ, എവിടെ എത്തി? അതെയോ, ഞങ്ങൾ കുറെ നേരമായി കാത്തു നിൽക്കുന്നു. വേഗം ഓക്കെ. നേരെ കുറച്ചുകൂടി നടന്നാ മതി. ശരി. കുറച്ച് വളഞ്ഞു വന്നോ. വളഞ്ഞു വരൂ. ശരി. ഓക്കെ. എന്തായി പറയ്. അവര് റീച്ചായി. സംഗതി നടന്നാ മതിയായിരുന്നു. എല്ലാം റെഡിയാവും. നമ്മൾ അന്ന് വിളിച്ചപ്പോ നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞതല്ലേ? സൂത്രാനന്ദ സ്വാമികൾ ഗംഭീർ, അവർ എത്തിക്കഴിഞ്ഞു. നമസ്കാരം. സൂത്രാനന്ദ സ്വാമികൾ. സൂത്രന് പോരെ ഞങ്ങളുടെ അടുത്ത്? നാട്ടുകാർക്ക് പോരെ സ്വാമിന്ന്? നോമിന് അല്ല, എനിക്കതങ്ങ് ശീലമായി പോയി.
ഞാൻ ഗംഭീർ, ഇത് പപ്പീസ്. അല്ല, സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയോ? അല്പം ബുദ്ധിമുട്ടി കേട്ടോ. അതെ, അതെ. ദൂരയാത്ര ചെയ്തതല്ലേ, ടയേർഡ് ആയിട്ടുണ്ടാവും. അല്പം റെസ്റ്റ് എടുത്താലോ? വേണം വേണം. എന്തൊരു ക്ഷീണം. എങ്കിലും വാ, നമുക്ക് വീട്ടിൽ പോവാം. വീടല്ല, ആശ്രമം അങ്ങനെ പറയണം. ഓ കൂടുതൽ പരിചയപ്പെടൽ ആശ്രമത്തിൽ ചെന്ന്. ആശ്രമിക ആശ്രമം വാ, നടക്ക്. സ്വാമികൾ വരവായി കൂടെ കള്ളനു കഞ്ഞിയുമായി തടിയനും വരവായി. അവിടെ ഇരിക്കൂ, ഇരുന്നോളൂ. ആ, അപ്പൊ നിങ്ങൾ ഒന്നാം തരം തട്ടിപ്പ് വീരന്മാരാണല്ലേ? അത് പിന്നെ പ്രവചനം നടത്താൻ ഞാൻ സിദ്ധനല്ല, പക്ഷേ സിദ്ധനാകും. ഈ കാടിനെ കുറിച്ച് അറിയാവുന്ന നിങ്ങൾ വഴി ഞാൻ സൂത്രാനന്ദ സ്വാമികൾ എന്ന സിദ്ധനാകും. അതുകൊണ്ട് ഈ തട്ടിപ്പിന്റെ വിജയം നിങ്ങളുടെ കയ്യിലാണെന്നുള്ളത് ഓർക്കുക. കാര്യൊക്കെ ശരിഞ്ഞേ, അവസാനം സീനാവോ? ഇത്തരം തട്ടിപ്പുകൾ നടത്തി ഞങ്ങൾ പണക്കാരാക്കിയ നിരവധി പേരുണ്ട് ഇവിടെ. കൊലച്ചിരുന്നല്ലോ അല്ലേ? അപ്പൊ തട്ടിച്ചു കിട്ടുന്ന പണം പകുതിയായി വീതം വെക്കണം. അതെ. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വിശ്വാസികൾ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം അത് നിങ്ങൾക്കാ. അത് പിന്നെ പറയാനുണ്ട്. ഞങ്ങളീ ഓക്കേ, എങ്കിൽ സമയം കളയണ്ട. ബോർഡ് എഴുതണം, പബ്ലിസിറ്റി കൊടുക്കണം, ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഓക്കേ ഓക്കേ, ഞങ്ങൾ റെഡി. ഓക്കേ. അല്ല, നേരാണോ ഗംഭീർ പറഞ്ഞത്? പിന്നല്ലാണ്ട് സിദ്ധനെന്ന് പറഞ്ഞ എന്റെ അമ്മു വരാൻ പോണ കാര്യങ്ങൾ കിണുക്കനായിട്ട് പറയും. അതെയോ? നമുക്ക് ആ സിദ്ധനെ ഒന്ന് കണ്ടാലോ? കണ്ടാലോ എന്നല്ല, കാണണം. നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടല്ലോ, സൂപ്പറായിട്ട് പറയും. എന്തായാലും ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതെ. അല്ല ഗംഭീർ, ഫീസൊക്കെ വാങ്ങിക്കുന്നുണ്ടോ? ഫീസോ? നിങ്ങളാൽ കഴിയാവുന്നത് അതെന്തോ ആവാം. എന്തുവാന്ന് വെച്ചാ? അതായത് പണായാലും ഫ്രൂട്ട്സ് ആയാലും എന്തായാലും കുഴപ്പമില്ല. എന്നാ കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്തോണ്ട് വരാം. പീലി, എങ്കിൽ നമുക്ക് നാളെ തന്നെ സിദ്ധനെ ഒന്ന് കണ്ടുകളയാം. എന്താ അയാളുടെ പേരെന്ന് പറഞ്ഞത്? സൂത്രാനന്ദ സ്വാമികള്. എന്താനന്ദ സ്വാമി ആയാലും നാളെ പോവാ. ഓക്കേ, പോയി വരൂ. എന്നാ പോയിട്ട് വരാട്ടോ. എന്തൊക്കെയാ ഓരോരുത്തർക്ക് അറിയേണ്ടത്? എപ്പ പണക്കാരനാവും, ലോട്ടറി അടിക്കുമോ, ജോലി കിട്ടുമോ? എന്റെ അമ്മോ! ചിരിക്കണ്ട. മുട്ടില്ലാതെ കഞ്ഞി കുടിച്ച് പോകുന്നില്ലേ? അല്ല, നമ്മുടെ ഗംഭീറിനെയും ടുട്ടുവിനെയും കാണുന്നില്ലല്ലോ. അവർ കസ്റ്റമേഴ്സിനെ പിടിക്കുന്ന തിരക്കിലല്ലേ? ദേ, രണ്ടുപേര് വരുന്നുണ്ട്. ഓഹോ, പീലി, ഇതുവഴി പോ. കണ്ടിട്ട് നല്ല വകുപ്പുള്ളവരാണ്. നമുക്ക് റെഡിയാവാം. ഇങ്ങോട്ടിരിക്കാം. അവരവിടെ ഉണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? അത് പിന്നെ ഒന്നുമില്ല, ചില ഓ, മനസ്സിലായി. ഗുരു, രണ്ടുപേര് കാണാൻ വന്നിരിക്കുന്നു. ഇതെന്ത് പറ്റി? സംഭവം പ്രശ്നമാണല്ലോ. ഭീകരം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് വലിയൊരു അത്യാഹിതം സംഭവിക്കാൻ പോകുന്നു. ഭീകരം. ആരുടെ വീട്ടിലോ? എന്റെ വീട്ടിലോ? എന്റെ ദൈവമേ! അതെ, നിങ്ങളുടെ വീട്ടിൽ ഒരു ബൈക്ക് അപകടം നടക്കാൻ പോകുന്നു. എന്റെ ദൈവമേ! നിങ്ങളുടെ വീട്ടിൽ ആർക്കാണ് ബൈക്കുള്ളത്? അതെന്റെ പപ്പയ്ക്കാ. ഓ, എങ്കിൽ സൂക്ഷിക്കണം. എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രമിക്കാം. എന്ത് ചെയ്യും? നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരൂ. സ്വാമി, എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം. പപ്പയോട് 2 ആഴ്ച സൂക്ഷിക്കാൻ പറയണം. അപകടം ഏത് സമയവും പ്രതീക്ഷിക്കാം. എന്റെ ദൈവമേ! എന്നാ ശരി.
അല്ല 2 ആഴ്ച കഴിഞ്ഞ് എന്ത് ചെയ്യാനാ? അതെ, 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ബൈക്ക് അപകടം നടക്കണം. മനസ്സിലായില്ല. ഓ എടോ, അടുത്ത ദിവസം തന്നെ നമ്മൾ ഒരു അറേഞ്ച്മെന്റ് ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. ഏ? ഓ അങ്ങനെ. 2 ആഴ്ചയ്ക്കുള്ളിൽ ആക്സിഡന്റ് നടന്നാൽ നമുക്ക് കൂടുതൽ ഓ പ്രശസ്തിയായി. ഈ സൂത്രന്റെ ഒരു ബുദ്ധി. അപ്പൊ മോട്ടുവിന്റെ പപ്പയെ ബൈക്കിൽ നിന്നും വീഴ്ത്താനുള്ള ചുമതല ഗംഭീറിനെ ഏൽപ്പിക്കണം. ഓക്കേ ഓക്കേ, എങ്കിൽ ദേ കൊട്ടേഷൻ ഡിപ്പ കൊടുക്കാം. ഹലോ ഹലോ, അതായത് ശ്ശോ, ആകെ ടെൻഷനായി. ടെൻഷൻ അടിക്കാതെ മോട്ടു, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. എനിക്ക് ആകെ പേടിയാവുന്നു പപ്പയുടെ കാര്യം ആലോചിക്കുമ്പോ. 2 ആഴ്ച കഴിഞ്ഞാലല്ലേ സ്വാമിയെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. സ്വാമി എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തും. നേരാ, നമ്മളിങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. പണം വേണ്ടേ കപിലെ സ്വാമീനെ കാണാൻ പോകണമെങ്കില്? ഞാൻ പോയി ബാങ്കിൽ നിന്ന് പണം എടുത്തു വരാം. മോട്ട് വീട്ടിൽ പോയി പറഞ്ഞിട്ട് വാ. എന്നാ ശരി. അത് ശരിയാ. ബാങ്ക് അടയ്ക്കാതിരുന്നാ മതിയായിരുന്നു. ിരിക്കുന്ന പഴയ ടേസ്റ്റില്ലേട്ടാ. ആക്രാന്തം കുറയ്ക്ക്. പഴം നോക്കിയാലോ. അല്ല, പപ്പീസ് എന്താണ് വരാത്തത്? പപ്പീസ് ആള് ക്യാൻവാസ് ചെയ്യാൻ ഏഴിമലക്കാട്ടിൽ പോയിരിക്കല്ലേ. മിനി ദൂരിന്റെ ഇവിടുന്ന്. അത് ശരിയാ. അല്ല ചേട്ടാ, നമ്മുടെ ടുട്ടൂനും കാണുന്നില്ലല്ലോ. നേരാ, എന്റെ മൊബൈൽ ഫോണുമായിട്ടാ അവൻ ചന്തയിൽ പോയത്. ആ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ആ പപ്പീസിനൊന്ന് വിളിച്ച് കാര്യം അന്വേഷിക്കായിരുന്നു. എന്ത് ചെയ്യാനാ, ടുട്ടുപ്പ് വരുമായിരിക്കും. വേഗം നടക്കണ്ടേ കപിലെ? ചേട്ടാ ചേട്ടാ, നമ്മുടെ കക്ഷികൾ റെഡി ആയിട്ട് വരുന്നുണ്ടാ. നമുക്ക് ഒരുങ്ങി 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 നിക്കണ്ട വേഗം. കണ്ട 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 കണ്ട. ഓ, അവന്റെ പപ്പ ഇതുവരെ വീണില്ലല്ലോ. എന്റെ ചേട്ടാ, അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നേ. ചിലപ്പോ പപ്പീസ് കൃത്യം നിറവേറ്റിയിട്ടായിരിക്കും തിരിച്ചു വരിക. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് വേഗം റെഡിയാകാം. ഞാൻ റെഡിയാ, പണ്ടേ റെഡിയാ. എവിടെ മാല? ഈ മാല ചെയ്തിട്ടാ പഴം മുന്തിരിപ്പന്ത് ചെയ്യാ. നമസ്കാരം ഗുരു. നമസ്കാരം നമസ്കാരം. വരാൻ പറഞ്ഞിരുന്നു. അതെ. അസ്വസ്ഥനാണല്ലേ? മനപ്രയാസം ആവോളമുണ്ടല്ലേ? സത്യം, എന്റെ പപ്പ. നമുക്ക് പ്രതിവിധികൾ ചെയ്യാനുണ്ട്. അതിന് ഒരു ദിവസം കൂടി കാത്തു നിൽക്കണം. അതെയോ? ആക്സിഡന്റ് 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 ആക്സിഡന്റ്. അയ്യോ, എന്റെ പപ്പയ്ക്കായിരിക്കും. കരയാതെ മോട്ടു, കരയാതെ. പപ്പയ്ക്കൊന്നും സംഭവിച്ചു കാണില്ല. ചേട്ടാ പറയൂ, ഫോൺ വന്നതാ. കിടക്കാതെ കാര്യം പറ. ചേട്ടന്റെ ഫോണിലാ കോള് വന്നത്. പറയൂ, മോട്ടുവിന്റെ ബൈക്ക് ആക്സിഡന്റ് ആക്കി ചിലപ്പോ പപ്പീസ് വിളിച്ചതായിരിക്കും. ചേട്ടാ, നമ്മുടെ മിത്രൻ, ചേട്ടന്റെ മോൻ. എന്റെ മോൻ മിത്രന് എന്താ പറ്റിയത്? ഒരു ആക്സിഡന്റ്. ആക്സിഡന്റോ? എന്റെ മോൻ എന്താ പറ്റിയത്? അയ്യോ, എനിക്ക് വയ്യേ എന്റെ മോനെ. എന്താ ടുട്ടു, എന്താ കാര്യം തെളിച്ചു പറ. ചേട്ടന്റെ മോൻ കോളേജിൽ പോണ വഴിക്ക് ആക്സിഡന്റിൽ പെട്ടു. ആരോ കൊട്ടേഷൻ കൊടുത്തതാണെന്നാ കേട്ടത്. സീരിയസാ. ഇതിന് വലുത് ഏതോ വരാനില്ല. തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നത് എന്റെ മോനാണല്ലോ. കൂട്ടുകാരെ, ഞാൻ സിദ്ധനൊന്നുമല്ല, ഞാനൊരു തട്ടിപ്പ് വീരനാ. എനിക്കൊന്നും പ്രവചിക്കാൻ അറിയില്ല. പണം തട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ
മോട്ടുവിന്റെ പപ്പയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. എന്റെ ദൈവമേ. പ്രശസ്തി നേടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു. എന്റെ ദൈവം കാത്തു. എനിക്കൊരു കാര്യം മനസ്സിലായി, മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച് ഒന്നും നേടാൻ ശ്രമിക്കരുതെന്ന്. സാരമില്ല ചേട്ടാ. ചേട്ടൻ വേഗം മകന്റെ അടുത്ത് എത്താൻ നോക്ക്. അതെ അതെ, വേഗം വീട്ടിൽ ചെല്ലാൻ നോക്കൂ. ഞാൻ നിങ്ങളോട് ഇത്രയൊക്കെ ഉപദ്രവം ചെയ്തിട്ടും എന്നോട് സ്നേഹത്തിൽ സംസാരിച്ചല്ലോ. മതി, എനിക്കത് മതി. മോനെ, കരയാതെ, അതൊന്നും സാരമില്ല. എന്റെ മകന്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ഒരിക്കലും ഞാൻ നിങ്ങളെ മറക്കില്ല. ധൈര്യമായിട്ട് പോകൂ. നിങ്ങളുടെ മകന് ഒന്നും സംഭവിക്കില്ല. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടാവും. നിങ്ങളുടെ മകൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കും. എന്റെ വേഗം മോനെ, പോകൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശ്വരാ, എന്റെ മോനെ കാത്തോളണേ. കരവിരുതിന്റെ അത്ഭുത ചെപ്പ് തുറക്കാമിനി മാണിക്കച്ചെപ്പ്. മാണിക്കച്ചപ്പിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയൊരു ചിന്താവിഷയവും പുതിയൊരു ആക്ടിവിറ്റിയുമായി ഇതാ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മാണിക്കച്ചപ്പ് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം വാച്ച് യുവർ ലൈഫ്. അപ്പോൾ ആ ചിന്താവിഷയത്തിന് വേണ്ടി നമ്മളിവിടെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് ആവശ്യം A4 വലുപ്പത്തിലുള്ള ഒരു കടലാസാണ്. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു കടലാസുണ്ട്. അപ്പം ഇവിടെ ഞാൻ നിറമുള്ള കടലാസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് നിറമുള്ള കടലാസ് ആകണമെന്ന് നിർബന്ധമില്ല. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ലേസർ പ്രിൻ്റ് എടുക്കാനോ ഉപയോഗിക്കുന്ന സാധാരണ പേപ്പർ A4 വലുപ്പത്തിലുള്ളത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. ഈ പേപ്പറിൻ്റെ ഷേപ്പ് ദീർഘചതുരാകൃതിയാണ്, അതായത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. നമുക്ക് വേണ്ടത് സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇതിനെ സ്ക്വയർ ഷേപ്പായിട്ട് മാറ്റണം. അപ്പം മുകളിലുള്ള വക്കിനെ സൈഡിലുള്ള വക്കിനോട് ഇങ്ങനെ ചേർത്ത് മടക്കുവാണ് നമ്മൾ ചെയ്യുന്നതിനാദ്യമേ. അതാ ഇങ്ങനെ. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ താഴെയുള്ള ഭാഗമുണ്ട്, ഇത്രയും ഭാഗം, അതിനെ നമ്മൾ മുറിച്ച് കളയണം. അപ്പം അതിനുവേണ്ടി ആദ്യമേ ഇതിനെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ മടക്കുക. ഇവിടെ ഞാൻ വെച്ചിട്ട് മടക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നിവർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയദ്രം കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നടുക്കൂടെയുള്ള ഭാഗങ്ങൾ നമുക്ക് വരകൾ അറിയണം. ഏതാണ് ഈ വക്കിൻ്റെ നടുഭാഗം എന്ന് അറിയണം, ഈ വക്കിൻ്റെ നടുഭാഗം അറിയണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഈ വക്കിനെ താഴെയുള്ള വക്കിനോട് ഇങ്ങനെ ചേർത്ത് പകുതിയായിട്ട് മടക്കണം. എന്നിട്ട് അതിനെ നിവർത്ത് വെക്കും. ഇനി ചെയ്യേണ്ടത് ഈ വക്കിനെ ഇടതുവശത്തുള്ള വക്കിനെ വലതുവശത്തുള്ള വക്കിനോട് ചേർത്ത് മടക്കും. എന്നിട്ട് അത് നിവർത്ത് വെക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കുക. അതായത് ഇത് സ്ക്വയർ ഷേപ്പ്, വേണമെങ്കിൽ ഇത് ഡയമണ്ട് ഷേപ്പ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഈ കോർണറിനെ നമ്മൾ നേരെ നടുക്കോട്ട് മടക്കുക. നടുക്ക് ഇപ്പോൾ നമ്മൾ രണ്ട് ഒരാഴ്ച കൃത്യ മധ്യബന്ധം നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങോട്ട് തന്നെ നമ്മൾ മടക്കുക. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിൽ അതിനെ എടുത്തിട്ട് നമ്മൾ നേരെ മധ്യത്തിലേക്ക് മടക്കുക. ഇനി ചെയ്യേണ്ടത് ഇപ്പം മുകളിലുള്ള വക്കുണ്ട്, താഴെയുള്ള വക്കുണ്ട്. ഈ രണ്ട് വക്കുകളെയും നമ്മൾ മധ്യത്തിലേക്ക് മടക്കണം. അപ്പോൾ അതിന് ചെയ്യുന്നത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനിവിടെ വെച്ചിട്ട് മടക്കി കാണിക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ മധ്യത്തിലേക്ക് മടക്കുക. ഞാൻ ഒരു വക്ക് മടക്കിയിട്ടുണ്ട്, കണ്ടല്ലോ. ഈ വക്കിനെ നമ്മൾ നേരെ മധ്യത്തിലേക്ക് മടക്കി. ഇതുപോലെ തന്നെ സമാനമായിട്ട് മറ്റേ വക്കിനെ മടക്കണം. ഞാൻ ഇവിടെ വെച്ചിട്ട് മടക്കുകയാണ് സൗകര്യത്തിനായിട്ട്. ഇപ്പോൾ നമുക്കിങ്ങനെ ആയിട്ടിരിക്കുന്നത്, അതായത് നമ്മൾ ഇപ്പം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയും മുകളിലുമുള്ള വക്കുകളെ വീണ്ടും മധ്യത്തിലേക്ക് മടക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ നേരെ പകുതിയാക്കി മടക്കും. അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്തെയും ഈ കോർണറിനെ നമ്മൾ ചേർത്ത് മടക്കും ഇങ്ങനെ ഒരുമിച്ച്. എന്നിട്ട് പേപ്പർ ഇങ്ങനെ തിരിച്ചു പിടിക്കുക. ഇനി ചെയ്യേണ്ടത് ഈ പേപ്പറിൻ്റെ ഇതിപ്പോൾ മധ്യരേഖയാണ് അല്ലേ,
അപ്പം ഇതിൻ്റെ ഇപ്പുറത്തുള്ള വാക്കുണ്ടല്ലോ, ആ വാക്കിനെ നമ്മൾ എടുത്തിട്ട് ഈ മുകളിൽ ഈ പകുതി, ഈ വാക്കിൻ്റെ ഇത്രയും ഭാഗം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഈ മധ്യത്തിലേക്ക് മടക്കും. അതെങ്ങനെ ഇവിടെ മധ്യരേഖ കാണാൻ പാടാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ അതുപോലെ മറ്റേ വക്കിനെയും മധ്യത്തിലേക്ക് ഒന്ന് മടക്കുക. അപ്പോൾ നമുക്ക് 2 വക്കിനെ നമ്മൾ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ നിവർത്തുക. നിവർത്തി കഴിഞ്ഞിട്ട് പേപ്പർ നേരെ തിരിച്ചു പിടിക്കുക. ഈ മടക്കിയ ഈ ഭാഗം തന്നെ മറുവശത്തേക്ക് മടക്കുക. അതായത് ഇപ്പം തിരിച്ചു പിടിച്ച ഭാഗത്തേക്ക് മടക്കുക. അവിടെ മടക്കുപാട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നിവർത്തുക. അതുപോലെ ഇതിനെ എങ്ങനെ മടക്കുക. അപ്പം നമ്മൾ ഇത്രയും ചെയ്തു അല്ലേ? ഇനിയാണ് ശ്രദ്ധിച്ചേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ 2 പേപ്പറിൻ്റെ 2 പാളികളുണ്ടല്ലേ? അപ്പം ഇങ്ങനെ 2 പാളിയിൽ ഇതിപ്പം ഇതിൻ്റെ മധ്യഭാഗമാണ് അല്ലേ? അപ്പം മധ്യഭാഗത്ത് വെച്ചിട്ടാണ് ഈ പേപ്പർ നമ്മൾ മടക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പേപ്പർ മടങ്ങും. എന്നിട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ പേപ്പർ ഇങ്ങനെ മടങ്ങും. അപ്പം ഇങ്ങനെ മടങ്ങി കഴിഞ്ഞിട്ട് ഈ ത്രികോണാകൃതിയിലുള്ള ഭാഗം നമ്മൾ അമർത്തി അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇനി നമ്മൾ നേരെ തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിക്കുമ്പോൾ അവിടെയും ഇങ്ങനത്തെ നമ്മൾ നേരത്തെ പാടിയിട്ടൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ ഇവിടെയാണ് മധ്യഭാഗം. അപ്പോൾ ആ മധ്യഭാഗത്തിലൂടെ അതിനെ മടക്കുക. അങ്ങനെ മടക്കുമ്പോൾ ആ ത്രികോണാകൃതിയിലുള്ള ഭാഗം ഇങ്ങനെ വിടർന്നു വരും. ഉണ്ടോ? ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയാണല്ലോ കിട്ടുന്നത്. ഇങ്ങനെ ഇനി ചെയ്യേണ്ടത് ഇവിടെ ഇടതുവശത്തുള്ള വക്കിനെ നമ്മളെടുത്ത് ഈ വക്കിനെ മാത്രം എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടും മറിക്കും. അതുപോലെ പുറകിലുള്ള ഒരു വക്കിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തോട്ട് മടക്കും. അതായത് നോക്കിക്കോളൂ, പുറകിലുള്ള ഞാൻ ഇരിക്കുന്നത് ഇപ്പം ഇങ്ങനെ മറിച്ച് കഴിയുമ്പോഴേക്കും നോക്കിയേ, ഈ ഒരു വശത്ത് ഒരു വക്കും മറുവശത്ത് ഇപ്പം 1, 2, 3 പേപ്പറിൻ്റെ പാളിയുണ്ട് അല്ലേ? അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ രണ്ടിടത്ത് ഈക്വലായിട്ടാക്കണം. അപ്പം ശരി, ഇവിടെ മുമ്പിലുള്ള സാധനം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് മടക്കും. അപ്പോൾ ഇപ്പം 2 സൈഡിലും നമുക്ക് ഈക്വലായിട്ട് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ വക്കുണ്ട്. അപ്പം ഈ വക്കിനെയും നമ്മൾ നടുക്കുള്ള വരയിലേക്ക് മടക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടോ? അതുപോലെ ഇതിനെയും നമ്മൾ നടുക്കുള്ള വരയിലേക്ക് മടക്കും. ഒന്നും കൂടെ കാണിക്കാം. ഈ വക്കിനെ നമ്മൾ നടുക്കോട്ട് മടക്കി, ഈ വക്കിനെ നമ്മൾ നടുക്കോട്ട് മടക്കി. ഇനി ഇതിനെ നേരെ തിരിക്കുക. അപ്പോൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഈ വശത്തും ഈ വക്കുകൾ ലെഫ്റ്റും റൈറ്റും ഉള്ള വക്കുകൾ നടുക്കോട്ട് മടക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും മടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 2 പാളികളുണ്ട് കടലാസിൻ്റെ. അപ്പോൾ അതിൽ ഒരു പാളിയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെ മടക്കുക. എന്നിട്ട് അതിനെ തിരിക്കുക. ഇത് മറ്റേ പാളി എടുക്കുക. ആ മറ്റേ പാളിയെ നമ്മൾ മുകളിലേക്ക് മടക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് സാവകാശം വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ നമുക്ക് കിട്ടില്ലേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ പതുക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ പൈ കടത്തിയിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഭാഗത്തേക്ക് ഒന്ന് നമ്മൾ ഷേപ്പ് വരുത്തുക. അപ്പോൾ ഇതിനകത്തോട്ട് ഇങ്ങനെ കൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കണ്ട ഈ വിരലിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യണം. ഇങ്ങനെ അമർത്തി കൊടുക്കണം. ഇവിടെയും ഇങ്ങനെ അമർത്തി കൊടുക്കണം. ഇവിടെയും ഇങ്ങനെ അമർത്തി കൊടുക്കണം. അപ്പോൾ നമുക്കിതാ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സൂചിയും ഡയലും ഒക്കെ വരച്ച് വെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിന് ശേഷം നിങ്ങളിങ്ങനെ കയ്യിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇതിൻ്റെ ഒരെണ്ണത്തിനകത്തേക്ക് മറ്റത് കയറിപ്പോവും. ഇതാ സൂക്ഷിച്ച് നോക്കുക. ഇങ്ങനെ കയറി അങ്ങ് പൊക്കോളും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കയ്യിലേക്ക് കയറും. ഇതിപ്പോൾ ഞാൻ കയറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ കയറ്റി വെക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ഇച്ചിരി സമയം എടുക്കും. ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഒറ്റ കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പം ഉണ്ടോ. അപ്പം ഞാൻ വാച്ചിൽ ഡയലൊന്നും വരച്ചിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് കിടക്കണം. എന്താണ് നമ്മുടെ ചിന്താവിഷയം?
വാച്ച് യുവർ ലൈഫ്. അപ്പോൾ വാച്ചിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? WATCH. അപ്പോൾ ഇതിനകത്ത് ഓരോ അക്ഷരങ്ങളും ഓരോ കാര്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ W എന്നുള്ളത് എന്താണ്? അപ്പം വാച്ച് എന്നുള്ളതിൻ്റെ W ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേർഡ്സ് എന്നുള്ളത് എടുക്കാം. W വേർഡ്സ്. A എന്താണ്? A ഫോർ ആക്ഷൻ. പിന്നെ T ഫോർ തോട്ട്സ്. WAT. പിന്നെ C അല്ലേ വരുന്നത്. അപ്പോൾ C ഫോർ ക്യാരക്ടർ. പിന്നെ WATCH. H ഫോർ ഹാബിറ്റ്. അതായത് നിങ്ങളുടെ വാക്കുകൾ, പിന്നെ ആക്ഷൻ പ്രവൃത്തികൾ, തോട്ട്സ് ചിന്തകൾ, സി ക്യാരക്ടർ അതായത് സ്വഭാവം, പിന്നെ ഹാബിറ്റ്സ് ശീലങ്ങൾ. അപ്പം നമ്മൾ ഈ വാച്ച് ഓർമ്മിപ്പിക്കേണ്ടത് നമ്മളുടെ വാക്കുകളെയും ചിന്തകളെയും പ്രവൃത്തികളെയും സ്വഭാവങ്ങളെയും ശീലങ്ങളെയും എല്ലാം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വാക്കുകളുടെയും സ്വഭാവത്തിൻ്റെയും ശീലങ്ങളുടെയും ആകത്തുകയാണ് നമ്മളുടെ ജീവിതം, അല്ലേ? അപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം അങ്ങ് മാറിപ്പോവും. അപ്പം നമ്മൾ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്തൊക്കെ ശീലങ്ങൾ നമുക്കുണ്ട്, നമുക്കുള്ളത് നല്ല ശീലങ്ങളാണോ മോശം ശീലങ്ങളാണോ, എന്തൊക്കെയാണ് നമ്മുടെ സ്വഭാവ സവിശേഷത, ഇതെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ ഇന്ന് തൊട്ട് നല്ല ശീലങ്ങൾ മാത്രമായിരിക്കും പാലിക്കുക. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം വിചാരിക്കുകയാണ്, ഞാൻ ഇന്ന് തൊട്ട് വാക്കുകൾ പറയുന്നതിനെല്ലാം ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വേറൊരാളെ പറ്റി മോശമായിട്ടൊരു കാര്യം പറയാൻ വരുമ്പോൾ ഉടനെ നമ്മൾ മനസ്സിലാവും, അയ്യോ ഇത് മോശം വാക്കാണ്, പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ വളരെ ഇതായിട്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങും, വളരെ മയപ്പെടുത്തി. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? മറ്റുള്ളവർക്കെല്ലാം നമ്മളോട് ഇടപെടാനായിട്ട് കൂടുതൽ താല്പര്യം വരും. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്ത് വലയം കൂടും, മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കുന്നത് കൂടും, അല്ലേ? അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എപ്പോഴൊക്കെയാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ ഏർപ്പെടുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മനസ്സിലാവുമ്പോൾ നമ്മൾ ആ ചിന്തകളെ നമ്മളവിടെ നിർത്തും. അപ്പോൾ നമ്മൾ ഒരാളെ പറ്റി മോശമായിട്ട് ചിന്തിക്കുമോ, അല്ലെങ്കിൽ നമ്മളെ പറ്റി മോശമായിട്ട് ചിന്തിക്കുമോ, അയ്യോ എന്നെ കൊണ്ട് ഇതിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മുഖത്തൊരു കുരുവുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് പൊക്കം കുറവാണല്ലോ, ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കിപ്പം നമ്മൾ വാച്ച് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടെങ്കിൽ അതാ വാച്ച് യുവർ തോട്ട്സ്, ഈ ഒരു കാര്യം നമ്മളിലേക്ക് വരും. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ തോട്ടിനെ നിരീക്ഷിക്കുന്നു, ആ തോട്ടിനെ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പം നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ചിന്തകളെ മാത്രം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ക്യാരക്ടർ, നമുക്ക് എങ്ങനെയുള്ള ക്യാരക്ടർ? നമുക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നതാണോ, പെട്ടെന്ന് അസൂയ ഉണ്ടാകുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ്. അപ്പം നമ്മുടെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൽ ആവശ്യമായുള്ള മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാകുക. അപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മറ്റുള്ളവരെ ഇടപെടുമ്പോഴേ, നമ്മളോട് ഇടപെടുമ്പോഴേ എല്ലാം നമ്മുടെ ശ്രദ്ധ നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും വാക്കുകളിലും ശീലങ്ങളും ഉണ്ടായിരിക്കട്ടെ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമ്പൂർണ്ണമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി, ഈ വാച്ച് എന്ന ആക്ടിവിറ്റി നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് ഇതാണ്. നിങ്ങളുടെ ജീവിതത്തെ വളരെ ലളിതമായിട്ട് വളരെ എളുപ്പത്തിൽ മാറ്റം വരുത്താനായിട്ടുള്ള ഒരു മന്ത്രമാണ് വാച്ച്. അപ്പം ഈ വാച്ച് നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുക. ഈ കടലാസ് കൊണ്ടുണ്ടാക്കിയ വാച്ച് നിങ്ങൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വാച്ച് യുവർ വേർഡ്സ്, ആക്ഷൻ, തോട്ട്സ്, ക്യാരക്ടർ, ഹാബിറ്റ്. ഇത് മറക്കരുത്. നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങളെല്ലാവരും വളരെ മിടുക്കികളുമായി മാറും. നാളെയുടെ വാഗ്ദാനങ്ങളായിട്ട് മാറും. നാളെ ഈ ലോകം അറിയപ്പെടുന്ന, ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരായിട്ട് മാറും. യഥാർത്ഥ ദൈവ മക്കളായിട്ട് മാറും. നിങ്ങളിലൂടെയാണ് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടേണ്ടത്. അതിനുള്ള പ്രയത്നം നിങ്ങൾ ഇന്നേ തുടങ്ങണം. ആ തുടക്കമാകട്ടെ നിങ്ങൾക്ക് വാച്ച്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിൽ കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. കളിച്ചിരികൾക്ക് ഒരിടവേള. വീണ്ടും കാണുന്നത് വരെ ബൈ കൂട്ടുകാരെ.